ഹലോ നമസ്കാരം. ഇത് ശരിക്കും റെഡ് വൈനാണ് കേട്ടോ. നമ്മുടെ ഗ്രേപ്പ് വൈനാണ്. പക്ഷേ ഇത് വെറും ഒരു 3 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ശരിക്കും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കളറ് നോക്കിയാൽ ഇറ്റ് കെയിം ഔട്ട് സോ വെൽ. ആക്ച്വലി എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മളൊരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് നന്നായിട്ട് വരുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഇല്ലേ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സമയത്ത് വൈന് ഉണ്ടാക്കാനുള്ള ഒരു ഇതുണ്ടായത് വേറൊന്നുമല്ല, എനിക്ക് കുറച്ചധികം ഗ്രേപ്സ് കിട്ടി. അത് ഓണത്തിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരു പ്രിസർവ് ചെയ്യാൻ വേറൊരു വഴിയും എൻ്റെ മുന്നിലില്ല. എനിക്കാരും കൊടുക്കാനും പറ്റില്ല. ഓണത്തിൻ്റെ തലേദിവസമായിരുന്നു ഇത് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോളം ഗ്രേപ്സാണ് എടുത്തിരിക്കുന്നത്. അതിന് ഏകദേശം 350 ഗ്രാംസോളം ഷുഗർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കപ്പ് 250 ml 3 കപ്പ് വെള്ളം ഒഴിച്ചു. പട്ട, ഗ്രാമ്പൂ, 2 ഏലക്ക, ഇത് 3 ഇട്ട് ഒറ്റൊരു വിസിലടിച്ചു കേട്ടോ. അപ്പോൾ വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്തത്. ഇപ്പോഴത്തന്നെ അതിൻ്റെ കളറ് നോക്കിയേ. അപ്പോൾ ജസ്റ്റ് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നന്നായിട്ട് ഇടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഓൾറെഡി അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അത് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലിലോട്ട് ഒഴിച്ചു വെച്ചു കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ഒത്തിരി സമയം വെക്കുന്നില്ല, ഒരു 3 ഡേയ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ഗ്രേപ്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അതിനെ അടച്ച് സൂക്ഷിക്കുക. ഇതിപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് രസമാണെന്നറിയാം കാണാൻ. എനിക്ക് ഈസ്റ്റ് ഇട്ടിട്ടുള്ള ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ മേളോട്ട് പോകുന്നതും അത് എത്രമാത്രം ബബിൾസ് വരുന്നുണ്ട്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത് പിന്നെ ഈ 3 ഡേയ്സിൽ തന്നെ ആ ഒരു വിത്തിൻ 3 ഡേയ്സിൽ വരുന്ന ഫെർമെൻറ്റേഷൻ മാത്രമേ ഇതിൽ നടന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി അങ്ങ് ആ ഒരു വൈനിൻ്റെ ശരിക്കുള്ള ഒരു കുത്തൽ പോലത്തെ ഒരു ടേസ്റ്റ് ഇതിന് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പം ഇത് നിങ്ങളിപ്പം കുറച്ച് അധിക ദിവസം വെക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ വൈൻ സ്റ്റോർ ചെയ്യുന്ന ഇതുപോലെ ഇങ്ങനെ അരിച്ച് മാറ്റി നമ്മൾ സ്റ്റോർ ചെയ്യത്തില്ലേ, ഗ്ലാസ് ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അതിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സമയത്തും ഇതിലിങ്ങനെ ഈ പറയുന്നത് പോലെ ഈ പ്രോസസ്സ് നടക്കുകയും അപ്പോൾ അതിൻ്റെ ഈ വീര്യം കൂടി വരികയും ചെയ്യും കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയൊരു വൈനാണിത്. ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നോക്കിയാട്ടെ എന്ത് രസമാണ് ഇതിൻ്റെ കളറ്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ കളറ് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഇതുവരെ വൈൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും വൈനിൻ്റെ ആ ഒരു ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.